സ്വർണ്ണക്കവർച്ചയിലെ VSSC പരിശോധനാ ഫലത്തിൽ ആശയക്കുഴപ്പം. കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്ന് പരിശോധനാ ഫലം. പോറ്റി തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയെന്ന് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. കവർന്നത് പാളിയിലുള്ള സ്വർണം. പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച പാളികളിലെ സ്വർണം ഗണ്യമായി കുറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് കേസിന് തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ VSC പരിശോധനാ ഫലം ഏത് തരത്തിലാണിപ്പോൾ? നിലവിൽ ഈ പരിശോധനാ ഫലത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഈ കട്ടിളപ്പാളി പഴയതാണോ അല്ലെങ്കിൽ പുതുതായി ഏതെങ്കിലും സ്ഥലത്തുനിന്ന് കൊണ്ടെത്തിച്ചതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം പുരാതനമായി ശബരിമലയിൽ ഉള്ളതാണോ എന്നത് ഇപ്പോഴും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഈ കട്ടിളപ്പാളിയുടെ ഒരു പവിത്രത അത് നിലനിൽക്കുന്നു. അത് ഏറ്റവും വൈകാരികമായി വിശ്വാസികൾ കാണുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. VSSC നൽകിയ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഈ കട്ടിളപ്പാളി പഴയതാണോ പുതിയതാണോ എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതാണ് VSSCയുടെ റിപ്പോർട്ട്. അത് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു റിപ്പോർട്ട്, VSSCയുടെ ഒരു കൃത്യമായ റിപ്പോർട്ട് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാതെ വന്നാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഈ കട്ടിളപ്പാളിയിൽ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ദ്വാരപാലക പാളികളിലുണ്ടായിരുന്ന ആ സ്വർണവും കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിനുണ്ട്, അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ പുരാതനമായി ശബരിമലയിൽ ഉണ്ടായിരുന്ന ഈ പാളികൾ ഇപ്പോൾ പഴയ ആ പുരാതന പാളികളാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. അതിൽ വ്യക്തത വരുത്താനായിരുന്നു നേരത്തെ പരിശോധന VSSCയിൽ നടത്തിയത്. ആ പരിശോധനയിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ VSSCയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പുരാതനമാണോ അല്ലെങ്കിൽ പുതിയതാണോ എന്ന് സംബന്ധിച്ചുള്ള ഇതിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കണക്ക് കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിനോ VSSCയിലെ ഉദ്യോഗസ്ഥർക്കോ. അതായത് വിനീഷ്, ഇതിലൊരു വ്യക്തത വരുത്താനാണ് VSCയെ സമീപിച്ചത്. പക്ഷേ അവിടെയും അവ്യക്തത തന്നെയാണുള്ളതല്ലേ? തീർച്ചയായിട്ടും നിലവിൽ അതിലൊരു വ്യക്തത വരുത്തി അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ലക്ഷ്യം ഇപ്പോൾ പാതി വഴിയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമുക്ക് സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും വിലയിരുത്താൻ സാധിക്കുന്നത് ഇത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. കാരണം മറ്റു ചില പ്രതികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ജാമ്യം ലഭിച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ പേർക്ക് ഒരുപക്ഷെ ഈ കൃത്യമായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവ് സ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ പോറ്റി അടക്കമുള്ളവർ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അത് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക്, പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. അത് SIT കേസ് ഏറ്റെടുത്ത ആദ്യഘട്ടം മുതൽ തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണോ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത്രമേൽ സമ്മർദ്ദം അവർക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ VSCയുടെ പരിശോധനാ ഫലവും ഒരു അവ്യക്തത നൽകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കടമ്പ, ആ കടമ്പ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കട്ടിളപ്പാളി പഴയത് പുരാതനമാണോ അല്ലെങ്കിൽ പുരാതനമായി ശബരിമലയിൽ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടെത്തിച്ചതാണോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങളാണ്. ആ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ
ഹൈന്ദവ സംഘടനകൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ഇത്തരത്തിലാണ്. വിഷയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണങ്ങൾ, അവരുടെ നിലപാടുകൾ അതൊക്കെ ശരിയായ ദിശയിലാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ VSSൽ നിന്ന് ലഭിച്ച ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നിലവിൽ അതൊരു വ്യക്തതയില്ലാതെ ആശയക്കുഴപ്പമുണ്ടാകുന്ന തരത്തിലാണ്. ആ കട്ടളപ്പാളിയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ സ്വർണം സംബന്ധിച്ച് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയത് പ്രത്യേകിച്ച് കട്ടളപ്പാളിയിലെയും ഒപ്പം തന്നെ നിലവിൽ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളികളുമായി ബന്ധപ്പെട്ട് ആ പാളികളിൽ നിന്നും സ്വർണം കടത്തി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. സ്മാർട്ട് ക്രിയേഷൻ നിന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മൊഴികൾ ലഭിക്കുന്ന സാഹചര്യം, അവരെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ജീവനക്കാർ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ, ഒപ്പം മറ്റ് ദേവസ്വത്തിൻ്റെ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ ഈ അന്വേഷണ സംഘം കടന്നപ്പോൾ അന്വേഷണ സംഘത്തിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, സാക്ഷിമൊഴികൾ, വിവരങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവയെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിലവിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു കടമ്പ, ആ കടമ്പ പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടത് നിലവിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ശബരിമലയിലുള്ള ഈ കട്ടളപ്പാളി പഴയതാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധനയാണ്. ആ ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ എങ്ങും എത്താതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. നിലവിൽ VSSന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്